നമസ്കാരം. കെയർ വിസയിൽ ജോലി തേടിയെത്തിയ എറണാകുളം പാമ്പാക്കുട സ്വദേശി ദീപു മേൻമുറിയെ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തി. മരണവിവരം മാഞ്ചസ്റ്റർ പോലീസ് നാട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ സഹായം തേടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് UK മലയാളികൾ ഈ ഒരു വിവരം അറിയുന്നത്. ജോലി ചെയ്തിരുന്ന കെയർ ഹോമിൽ നിന്നും പിരിച്ചുവിട്ടതിനെ തുടർന്ന് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ദീപുവെന്ന് പറയപ്പെടുന്നു. ലക്ഷങ്ങളുടെ കടബാധ്യത നിലനിൽക്കെ ജോലി കൂടി നഷ്ടമായ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ വിഷമിക്കുമ്പോൾ അടുത്തിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ ഷെഫായി ജോലി ലഭിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക ഭാരം ഈ ജോലിയിലും ദീപുവിനെ വിടാതെ പിന്തുടരുകയായിരുന്നു എന്നാണ് ലഭ്യമായ സൂചന. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ദീപു ജോലി സ്ഥലത്ത് എത്തിയിരുന്നതായി സൂചനയില്ല. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണത്തിലാണ് ദീപു താമസ സ്ഥലത്ത് മരിച്ചതായി കണ്ടെത്താൻ ആയത്. സാധാരണ ഒരു സാമ്പത്തിക നിലയിലുള്ള കുടുംബമായതിനാൽ തന്നെ ദീപുവിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ മലയാളി സംഘടനകളോ പൊതുപ്രവർത്തകരോ സഹായിക്കണമെന്ന് സുഹൃത്തുക്കളും മറ്റും സോഷ്യൽ മീഡിയ വഴി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ പാലായിൽ നിന്നും എത്തിയ മധ്യവയസ്കനും ഇതേ സാഹചര്യത്തിൽ UK-യിൽ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ മൃതദേഹം ബ്രിട്ടനിൽ തന്നെ സംസ്കരിച്ചത്. കഴിഞ്ഞ ആഴ്ച ഹാംഷെയറിലെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ എൽദോയുടെ നാട്ടിൽ നിന്നും വിളിപ്പാടകലെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദീപുവിൻ്റെ നാടും. UK-യിൽ മികച്ച ജീവിതം തേടിയെത്തുന്നവർ തുടർച്ചയായി മരണത്തിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ UK മലയാളികൾ അഭിമുഖീകരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ കെയർ വിസയ്ക്കായി മുടക്കുന്നവർ UK-യിൽ എത്തിക്കഴിഞ്ഞ ശേഷം ഏറ്റവും താഴ്ന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതും തുടർന്ന് ജീവിത ചെലവ് താങ്ങാനാകാത്ത സാഹചര്യത്തിൽ വിസയ്ക്കായി മുടക്കിയ പണത്തിൻ്റെ തിരിച്ചടവ് പോലും മുടങ്ങുന്നതും ഒക്കെ പലരുടെയും മാനസിക സമ്മർദ്ദം ഉയർത്തുന്ന ഘടകങ്ങളാണ്. കെയർ വിസയിൽ എത്തി ചതിക്കപ്പെടുന്നവരുടെ കഥകൾ ഇപ്പോൾ തുടർച്ചയായി ഉയരുന്നതും അസ്വസ്ഥകരമായ സാഹചര്യമായി മാറിയിട്ടുണ്ട്. രാമമംഗലം നെയ്ത്തുശാല പടിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. നിഷ ദീപുവാണ് ഭാര്യ. 6 മാസം മുൻപ് അമ്മയുടെ മരണത്തെ തുടർന്ന് ദീപു നാട്ടിൽ എത്തിയിരുന്നതാണ്.